സെക്കൻഡ് ഷോയുടെ സംവിധായകൻ ശ്രീനാഥും നായിക ഗൗതമിയും എന്റർടൈൻ ന്യൂസിനൊപ്പം ചേരുന്നു. ഇരുവർക്കും സ്വാഗതം എന്റർടൈൻ ന്യൂസിലേക്ക്. ആദ്യം തന്നെ സംവിധായകനിലേക്ക് ശ്രീനാഥ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് സെക്കൻഡ് ഷോ. ട്രെയിലറുകളിൽ പറയുന്നത് പോലെ ഒരു വ്യത്യസ്തമായ ട്രെയിലർ നൽകി പ്രേക്ഷക ശ്രദ്ധ നേടാൻ സെക്കൻഡ് ഷോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തമിഴ് സിനിമയല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ പല ലുക്കുകളിലും എല്ലാം ചില സാദൃശ്യങ്ങൾ തോന്നുന്നു. അതിനപ്പുറം വ്യത്യസ്തത എന്ന വാക്കിനപ്പുറം എന്ത് വ്യത്യസ്തതയാണ് സെക്കൻഡ് ഷോ പ്രേക്ഷകർക്ക് നൽകുക? വ്യത്യസ്തത എന്ന് ഞങ്ങളാരും അവകാശപ്പെടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, സെക്കൻഡ് ഷോ എന്ന് പറയുന്ന ഫിലിമിലൂടെ ഉദ്ദേശിക്കുന്ന ജീവിതത്തിൽ രണ്ടാം ഊഴം കിട്ടുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥ ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ. അത് പറയുന്ന രീതി ഞങ്ങൾ കുറേ ഫ്രഷേഴ്സ് എല്ലാവരും കൂടിയാണ് ഇതിലത്തെ ചെയ്തിരിക്കുന്നത്. അപ്പം അതിലെ രീതി അത് ചെയ്തു വന്നിരിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടെങ്കിൽ അത് അത്രയേ ഉള്ളൂ. ഇതൊരു വ്യത്യസ്ത ചിത്രമാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഒരു ട്രെയിലർ അങ്ങനെ ഇറക്കാൻ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ചാക്യാർ കൂത്തിന്റെ ട്രെയിലറിൻ്റെ ആക്ച്വലി കൺസെപ്റ്റ് ഒരു സ്റ്റോറീനെ നമുക്കൊരു കോമിക്കലി നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാക്യാരുടെ സാധനം യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്തത്. അപ്പം അതൊരു ഫിലിമിൻ്റെ ഒരു ടെക്സ്ചറുമായിട്ട് സാമ്യമുണ്ട് ട്രെയിലറിന്. അപ്പോൾ ആ സിനിമയുടെ ടെക്സ്ചർ സാമ്യം വരാൻ വേണ്ടിയിട്ടാണ് ട്രെയിലർ അങ്ങനെ വർക്കൗട്ട് ചെയ്തത്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഗൗതമിയിലേക്ക്. ഗൗതമി, സ്വാഗതം. സിനിമയിലേക്കുള്ള ഈ കടന്നുവരവ് എങ്ങനെയുണ്ട്? പ്രത്യേകിച്ചും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രത്തിലൂടെ തന്നെ അരങ്ങേറ്റം കുറിക്കുന്നു. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള എത്തൽ? ഇത് കംപ്ലീറ്റ് ഒരു ആക്സിഡൻറ്റ് തന്നെയായിരുന്നു. ശ്രീനാഥിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞാൽ. അപ്പം അവൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഞാൻ അറിയാതെ എൻ്റെ പടം ശ്രീനാഥിന് അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓഡിഷന് വിളിച്ചു. അപ്പോൾ ഓഡിഷന് പോയി അവർ തന്ന സീൻസ് ചെയ്ത് എന്നിട്ട് അങ്ങനെ സെലക്ട് ആയത് ഇതിനകത്തേക്ക്. തീർച്ചയായും അപ്രതീക്ഷിതമായൊരു കടന്നുവരവ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മുൻ പരിചയങ്ങളൊന്നുമില്ല സിനിമയിൽ. പക്ഷേ ആ പരിചയക്കുറവിനെ എല്ലാം നികത്തുന്ന രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ശ്രീനാഥ് ആവശ്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സീൻസ് ഒക്കെ പറഞ്ഞത്. പിന്നെ ഈ ആക്ടിങ് ക്യാമ്പ് ഉള്ളായിരുന്നുകൊണ്ട് അത് ഞങ്ങൾക്ക് കുറച്ച് പേടിയും സ്റ്റേജ് ഫ്രൈറ്റും അങ്ങനെ സീൻസൊക്കെ ഡയലോഗൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പം അതായിരിക്കും ഒരു കാരണം ക്യാമറയുടെ മുമ്പിൽ അത്രയും ആക്ട് ചെയ്യാൻ വേണ്ടി പേടിയില്ലായിരുന്നിരുന്നത്. ഗൗതമി, തിരിച്ചു വരാം. ശ്രീനാഥ്, ദുൽഖർ സൽമാൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് സെക്കൻഡ് ഷോയെ ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നേടാൻ കാരണം. ദുൽഖറിലേക്ക് എങ്ങനെയാണ് ഈ സിനിമ ചെന്നെത്തുന്നത്? മറ്റു താരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതോ ദുൽഖറിനെ വെച്ച് തന്നെ ഒരു സിനിമ ചെയ്യാമെന്ന ആശയമായിരുന്നു? ഇല്ല, ഇത് ഞങ്ങൾ സ്ക്രീൻ പ്ലേ എഴുതുമ്പം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, ഇതൊരു ഫ്രഷർ ആയിരിക്കും ഇതിലത്തെ നായക വേഷം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ആരാണ് ആ ഫ്രഷർ എന്ന് പറയുന്നത്? ഈവൻ ഞങ്ങൾക്ക് പ്രൊഡ്യൂസറായി കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ പുതിയ ഫേസസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫിലിമിലത്തെ റൈറ്റർ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് വിനി വിശ്വലാൽ. അവൻ്റെ വായിൽ നിന്ന് വീണതാണ്, നമുക്ക് മമ്മൂക്കയുടെ മകനെ കാസ്റ്റ് ചെയ്യടാ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു വാക്ക് ആക്ച്വലി അതിൻ്റെ പിന്നാലെ ചേസ് ചെയ്യുകയും അത് യാഥാർത്ഥ്യമായി തീരുകയും ചെയ്തതാണ്. ദുൽഖറിന് വേണ്ടി എഴുതിയൊരു കഥ അല്ല ഇത്. അത് ദുൽഖർ ആപ്റ്റ് ആവുകയായിരുന്നു. ആ ഫിലിമിലേക്ക് വന്നതിന് ശേഷം ദുൽഖർ ആ ക്യാരക്ടറായി മാറുകയായിരുന്നു. മറ്റ് സഹതാരങ്ങളെയൊക്കെ തിരഞ്ഞെടുത്ത് എങ്ങനെയാണ്? നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ദുൽഖറിനൊപ്പമുള്ള സൗഹൃദ വലയത്തിൽ അഭിനയിക്കുന്നത് എന്നറിയുന്നു. അവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരുന്നു? മുൻ പരിചയങ്ങൾ അവർക്കുണ്ടായിരുന്നു? സിനിമയിൽ മുൻപരിചയം ഞങ്ങൾ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് തോന്നി. അതായത് ഫിലിമിൻ്റെ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോട്ട് ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ടൈം സേവ് ചെയ്യാന്ന്. അതായത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിൽ മുന്നേ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളതും ടെക്നീഷ്യൻസ് ഒക്കെ ആണെങ്കിലും മുന്നേ ഫിലിമിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ വരുന്നത് പലരും ഓഡീഷനിലൂടെ, ഇപ്പോൾ ഗൗതമി പറഞ്ഞ പോലെ പലരും ഓഡീഷനിലൂടെ വന്നു. പലരും സുഹൃത്ത് ബന്ധം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കഥ എഴുതുമ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു സണ്ണി. ഇതിൽ നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സണ്ണി ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു. പക്ഷേ എത്രയോ കാലം കഴിഞ്ഞ് സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ പകുതി ആവുന്ന ടൈമിലാണ് സണ്ണി ഈ ക്യാരക്ടർ ചെയ്യുക എന്നുള്ളൊരു സാധനം ഞങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുന്നതും റിഹേഴ്സൽ ക്യാമ്പിലേക്ക് സണ്ണീനെ വിളിക്കുന്നതും. അപ്പോൾ ഓരോരുത്തരും ഓരോരോ സ്റ്റേജസിൽ വന്ന് ചേരുകയായിരുന്നു. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഗൗതമി, ദുൽഖറുമായിട്ടുള്ള അഭിനയ നിമിഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? അപ്പം മറ്റ് സഹതാരങ്ങളും ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്നതിലുപരി ഒരു കോളേജ് തലത്തിലുള്ള രസങ്ങളൊക്കെ തന്നെയായിരുന്നു ലൊക്കേഷനിൽ?
അതെ, തീർച്ചയായിട്ടും ഇതൊരു ഫീൽഡ് ട്രിപ്പ് പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം ക്യാമ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് വന്നു. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്കും ഷോട്ട് എടുക്കുമ്പോഴും ഷോട്ടിൻ്റെ ഇടയ്ക്കും ഒക്കെ ഫുൾ ഇങ്ങനെ ഫ്രണ്ട്സ് ഒരു കൂട്ടറിങ്ങനെ ചുമ്മാ ഒരു ഫിലിം ഇങ്ങനെ വെറുതെ എടുക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും ഫീൽ ചെയ്ത്. അപ്പം എല്ലാവരും ഫ്രഷേഴ്സ് ആയതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനും ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ അഭിനയിക്കണോ അങ്ങനെ ചെയ്യണോ എന്ന് ഒരു വിഷമവും ഇല്ലായിരുന്നു. സാധാരണ നായികമാർ പറയാറുള്ളതാണ് വളരെ ബോൾഡാണ് ഞങ്ങളുടെ ക്യാരക്ടർ എന്നെല്ലാം പറഞ്ഞ്, പക്ഷേ സിനിമയിലെത്തുമ്പോൾ ഒരു ബോൾഡ്നെസ്സും കാണാത്ത കഥാപാത്രങ്ങളായി മാറാറുമുണ്ട്. ഗൗതമിക്ക് എങ്ങനെയാണ് പറയാനുള്ളത് സ്വന്തം കഥാപാത്രത്തെക്കുറിച്ച്? എൻ്റെ ക്യാരക്ടറിന് അങ്ങനത്തെ ബോൾഡ്നെസ് ഒന്നും ഇല്ല. അവസാനം ആകുമ്പോഴത്തേക്കും തിരിച്ചു പറയുന്ന ഒരു സ്വഭാവം വരും, പക്ഷെ അല്ലാതെ ബോൾഡൊന്നും അല്ല ആള്. ഒരു പാവം നാടൻ കുട്ടിയായിട്ടാണോ സിനിമയിൽ തിളങ്ങുന്നത്? പാവം നാടൻ കുട്ടിയാണ്. എൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരാളാണ്. ജീവിതത്തിൽ അങ്ങനെയാണോ അതോ ബോൾഡായ? അല്ലല്ല. ശ്രീനാഥ് പറയുന്നത് നായികയായിട്ട് എടുത്തിരിക്കുന്ന നാടൻ കുട്ടിയുടെ വാക്കുകളുടെ അർത്ഥം അറിയാത്തൊരു പെണ്ണെ പിടിച്ച് നായിക ആക്കിയിരിക്കുന്ന പറയുന്നത്. ഗൗതമി, തിരിച്ചു വരാം. ശ്രീനാഥ്, നിങ്ങൾ പറഞ്ഞു ദുൽഖറിനെ പ്രതീക്ഷിച്ചല്ല അല്ലെങ്കിൽ മുന്നിൽ കണ്ടല്ല ഇങ്ങനൊരു സിനിമ രൂപപ്പെടുത്തിയതെന്ന്. പക്ഷേ ദുൽഖർ ഈ സിനിമയിലേക്ക് എത്തിയതോടുകൂടി അല്പം സമ്മർദ്ദം കൂടുതൽ തോന്നിയോ? കാരണം മമ്മൂട്ടിയുടെ മകനാണ് നായകനാകുന്നത്, ആദ്യ ചിത്രമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമാകണം, പ്രേക്ഷകർ അതിനെ ഇഷ്ടപ്പെടണമെന്നെല്ലാമുള്ള ഒരു സമ്മർദ്ദം എന്തെങ്കിലും തരത്തിലുണ്ടായോ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്? ഈ ഫിലിമിൻ്റെ ഏറ്റവും ഞങ്ങൾക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും ഇപ്പം ഗൗതമി നേരത്തെ പറഞ്ഞ ശരിക്കും ഒരു ഫീൽഡ് ട്രിപ്പായിരുന്നു. ദുൽഖറായിട്ടാണ് ഞങ്ങളുടെ സെറ്റിലേക്ക് വന്നത്. ഏറ്റവും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരാളായിട്ടല്ല ഞങ്ങളുടെ സെറ്റിലേക്ക് വന്നത്. അപ്പം അത് അവൻ്റെ കോസ്റ്റാസിനെയും എല്ലാവരെയും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ സമ്മർദ്ദം എന്ന് പറയുന്ന സംഗതി എനിക്ക് ഇതുവരെയായിട്ട് ഒരു രീതിയിലുള്ള ഒരു കോള് പോലും എനിക്ക് അങ്ങനത്തെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഇതിലുണ്ടായിരുന്നില്ല. പിന്നെ ഫിലിം ചെയ്യുമ്പം അത് വൃത്തിയിൽ ചെയ്യുക എന്നുള്ളത് ഏതൊരു പുതിയ സംവിധായകൻ്റെ ആഗ്രഹമാണ്. അത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുക. മമ്മൂക്കയുടെ മകൻ എന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് അവൻ ദുൽഖർ സൽമാനാണ്. ആൻഡ് ഹി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ് ഓൾസോ ഫോർ ദിസ് ഫിലിം. സെക്കൻഡ് ഷോയുടെ പ്രതികരണങ്ങൾ അറിഞ്ഞ ശേഷം അടുത്ത പദ്ധതികളിലേക്ക് കടക്കാമെന്നാണോ അതോ മറ്റു സിനിമകൾ മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞോ? ഞങ്ങൾ 1-2 പ്രൊജക്ട്സ് ഡിസ്കഷൻ ഉണ്ട്. ഏത് സിനിമ ചെയ്യണമെന്ന് തീരുമാനമില്ല. ഇപ്പം ആക്ച്വലി പ്രിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. എൻ്റെ ജയരാജ് സാറും എല്ലാ ടീമും ആക്ച്വലി ഈസ് വാച്ചിങ് അവർ ഫിലിം. അപ്പം ഇപ്പം അങ്ങോട്ട് തിരിച്ചു പോയിട്ട് വേണം എന്താണ് അവരുടെയൊക്കെ റിവ്യൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനിലും ത്രില്ലിലുമാണ്. തീർച്ചയായും ഉടൻ തിരിച്ചു പോകാം. ഗൗതമി, സൗഹൃദ വലയത്തിൽ നിന്നാണ് ഗൗതമി ഈ സിനിമയിലേക്ക് എത്തുന്നത്. മറ്റേതെങ്കിലും അവസരങ്ങൾ വന്നിട്ടുണ്ടോ? താല്പര്യമുണ്ടോ സിനിമയിൽ തുടരാൻ? ഉണ്ട്. അടുത്ത പടം എന്ന് വെച്ചാൽ ഈ മാസം തുടങ്ങും. ലാൽ ജോസ് സാറിൻ്റെ ഡയമണ്ട് നെക്ലസാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് 10-ാം തീയതി തുടങ്ങും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയും എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ കൂടുതൽ നേരം പിടിച്ചിരുത്തുന്നില്ല. പ്രിവ്യൂ നടക്കുന്നു. അതിൻ്റെ പ്രതികരണങ്ങൾ അറിയാൻ ഇരുവർക്കും താല്പര്യമുണ്ടാകും. വളരെ നന്ദി എത്തിയതിന്, സെക്കൻഡ് ഷോയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. തിയേറ്ററിലെത്തുന്ന ചിത്രം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്.